തുടർഭരണമില്ലെങ്കിൽ ഇന്നത്തെ കേരളം തകരും. ആ തുടർഭരണം കൂടി കിട്ടിയാൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ നിലവറയിലോ ഈ നിലവറയിലെ സ്വർണ്ണം മുഴുവൻ ചെമ്പാക്കി മാറ്റാൻ വേണ്ടി വാസുവിനെ കൊണ്ടിരുത്താനാണോ? നമസ്കാരം. എടുക്കുമ്പോഴെന്ന് തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1 കോടി ഇങ്ങനൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ പറയുന്ന ഒളികണ്ണിലെ തേന്മലരിൻ്റെ കാര്യമല്ല പറഞ്ഞു വരുന്നത്. ഈ കെ അനിൽകുമാർ വായ തുറക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയാണ്. അനിൽകുമാറിനെ ഏതെങ്കിലും ഒരു ചാനലിൽ കണ്ടാൽ ആ നിമിഷം മുതൽ ഓരോ വീട്ടിൽ നിന്നും 1 വോട്ട് വീതം കുറയും. അതാണ് എടുക്കുമ്പോൾ 1 എന്നർത്ഥമാക്കുന്നത്. അനിൽകുമാർ വായ തുറക്കുന്ന നിമിഷം മുതൽ ഓരോ വാർഡിൽ നിന്നും 10 വോട്ടുകൾ വീതം കുറയും. അതാണ് തൊടുക്കുമ്പോൾ 10 എന്ന് കവി ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാലത്തെ അനിൽകുമാറിൻ്റെ ചർച്ചകൾ കേട്ട ജനം ഈ മനുഷ്യനോടുള്ള വെറുപ്പിലൂടെ CPM നഷ്ടമാക്കിയത് 1 കോടി ഇല്ലെങ്കിലും ഒരു 10 ലക്ഷം വോട്ടെങ്കിലും കാണും. അന്തിക്കണ്ണൻ ചേക്കേറും പോലെ നിത്യവും ഏതെങ്കിലും ചാനലിൽ വന്നിരിക്കും. വിടുവായ്ത്തരങ്ങളും വിവരദോഷങ്ങളും പാൽപ്പായസം പോലെ അങ്ങ് മോന്താൻ തുടങ്ങും. എതിരാളികൾ അണ്ണാക്കിൽ ചക്കക്കൂഞ്ഞ് തിരികെ കൊടുക്കുമ്പോൾ ബ്ലിങ്കി ഒരു ഇരിപ്പുണ്ട്. എന്തോ ഒരു ഭയങ്കര പോയിന്റ് ഇതാ വരുന്നു എന്ന മട്ടിൽ ചൂണ്ടുവിരൽ പൊക്കി മുഖത്തിന് നേരെ പിടിക്കും. കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചമ്മൽ മായ്ക്കാനുള്ള ശ്രമമാണത്. കണ്ടുകൊണ്ടിരിക്കുന്ന കമ്മികൾക്ക് തോന്നും എന്തോ മുഴുത്ത ആശയം ഇപ്പോൾ സഖാവ് വിക്ഷേപിക്കുമെന്ന്. അൾട്ടിമേറ്റ് അന്തമായും കാരക്കൂട്ടൽ ദാസനായും കോട്ടപ്പള്ളി പ്രഭാകരനായും ക്യൂബ മുകുന്ദനായും അനിൽകുമാർ വിഭിന്ന ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. കഴിഞ്ഞ 5 വർഷമായി നിത്യവും അനിലിനെ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റ ദിവസമെങ്കിലും അനിൽകുമാർ ചർച്ചയിൽ ജയിച്ചു പോയതായി നമ്മളാരും കണ്ടിട്ടില്ല. ഈ മഹാനുഭാവൻ പിണറായി വിജയനെയും അതിയാൻ്റെ പലവിധ തോന്നിയാസങ്ങളെയും ന്യായീകരിച്ച് വെളുപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. മനുഷ്യനെ മാർക്സിസത്തിൽ നിന്നും അകറ്റിയത് ഇതുപോലെയുള്ള ന്യായീകരണ കമ്മികളാണ്. വെറുപ്പിക്കൽ എന്ന ഒറ്റ പണിയെ ഇവർക്കറിയൂ. അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയനും ഗോവിന്ദനും മാത്രമാണ്. അതിൽ ജനം പെടുന്നില്ല. എന്തൊക്കെയായാലും തൻ്റെ ജോലി നിത്യവും ഭംഗിയായി ചെയ്യുന്നുണ്ട് അനിൽകുമാർ. ഒരപേക്ഷയേ ഉള്ളൂ ഇദ്ദേഹത്തോട്. തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും അനിൽകുമാർ ഇനി ചാനൽ ചർച്ചകളിൽ വരരുത്. കോട്ടയത്ത് ഭയങ്കര ഫൈറ്റിനിറങ്ങിയിരിക്കുകയാണ് പുള്ളിക്കാരൻ. തിരുവഞ്ചൂരിനെ ഇത്തവണ മലർത്തി അടിക്കുമെന്നാണ് പ്രഖ്യാപനം. ആദ്യം നമ്മൾ കേട്ട വിഡ്ഢിത്തം കൂടി ഒന്ന് ശ്രദ്ധിക്കൂ. തുടർഭരണമില്ലെങ്കിൽ ഇന്നത്തെ കേരളം തകരും പോലും. അതിന് മറുപടിയായി ജിൻഡോ ജോൺ പറഞ്ഞതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കവടിയാർ കൊട്ടാരം വരെ തൂത്തുവാരി. അന്വേഷണം ശരിക്കും നടത്തിയാൽ അറിയാം പാലസിൻ്റെ ചുമതലക്കാർ ആരായിരുന്നുവെന്നൊക്കെ. അവിടുത്തെ ജീവനക്കാർ ആരാണെന്നും മനസ്സിലാകും. ഇരട്ടത്തുരങ്കം എന്നൊക്കെ പറഞ്ഞ് പിണറായി വെടിവെച്ചതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ തുരങ്കമുണ്ടെന്ന് ആർക്കറിയാം. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വെളിച്ചം കടക്കാത്ത ഒരു ഗുഹ തന്നെ വേണം. അതുവഴിയാണ് പല സുൽത്താൻമാരും ഒളിച്ചോടിയിട്ടുള്ളത്. പണ്ട് VS പറഞ്ഞത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണമെല്ലാം ഉരുളിയിലാക്കി രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. ആ VS എന്തായാലും കാണാൻ കഴിഞ്ഞില്ലല്ലോ ശബരിമലയുടെ വാതിലും കട്ടളയും വരെ പൊളിച്ചു കടത്തിയ സഖാക്കളെ. ഖജനാവിലെ ദാരിദ്ര്യം പറയുമ്പോഴേക്കും ബാലഗോപാലൻ പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ പ്ലാൻ B പുറത്തെടുക്കുമെന്ന്. അത് കേൾക്കുമ്പോൾ ഭയമാണ്. പത്മനാഭസ്വാമിയുടെ ഒരു നിലവറയ്ക്ക് പറയുന്നത് B നിലവറ എന്നാണ്. 10 വർഷത്തെ ഭരണം കൊണ്ട് പാതാള ഭൈരവൻ്റെ ആർത്തിയോടെ സകലതും വിഴുങ്ങിക്കഴിഞ്ഞ ഭൈരവന് പിന്നെയും തിരിച്ചു വരണം പോലും. അന്തംകമ്മികളായ ചാനൽ ചാവേറുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളാണ് അവരെല്ലാം. തുടർഭരണം കൂടി കിട്ടിയതോടെ ഇവരൊന്നും നിലത്തും താഴെയുമല്ല. പിണറായി മഹിമകളും പ്രസ്ഥാനത്തിൻ്റെ മുഴുപ്പും കേട്ട് മനുഷ്യരെല്ലാം മടുത്തു. ജനത്തിനു മുമ്പിൽ ഇറക്കാൻ പറ്റിയതല്ല ഈ ചാവേറുകളെ ഒന്നും. തുടർഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും ഇന്നത്തെ CPM തകരും അനിൽകുമാറെ. ഭരണം പോയാൽ പിണറായി വിജയനും കുടുംബവും ക്ലിഫ് ഹൗസിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന രംഗം ആലോചിക്കാനേ കഴിയില്ല കമ്മികൾക്ക്. റോബിൻ പട്ടിയെയും പക്ഷികളെയും ഒക്കെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന രംഗം ആലോചിച്ചു നോക്കൂ. മച്ചിൻ്റെ മുകളിലെ മരപ്പെട്ടി അവിടെ തന്നെ കാണും. ഇതാണ് വിധി വൈപരീത്യമെന്ന് പറയുന്നത്. അനിൽകുമാറിൻ്റെ വേവലാതി ശരിയാണ്. തുടർഭരണമില്ലെങ്കിൽ ഭരണം പോയാൽ വീണമോളുടെ മാസപ്പടി മുടങ്ങും. പിണറായി വിജയൻ്റെ ഹെലികോപ്റ്റർ തിരിച്ചു പോകും. ലോകയാത്രകളെല്ലാം അവസാനിക്കും. അന്തങ്ങൾക്ക് കൂലിപ്പണി പോലും കിട്ടാതെ വരും. കമ്മികൾ കുറേ തൊണ്ടയലറി മുദ്രാവാക്യം വിളിക്കേണ്ടി വരും. പിന്നീട് ചാനൽ ചാവേറുകളെ ജനം പുച്ഛിക്കും. തുടർഭരണമില്ലെങ്കിൽ ഗോവിന്ദൻ്റെ കഥാപ്രസംഗത്തിനും വിജയരാഘവൻ്റെ അശ്ലീല ചിരിക്കും ശമനമുണ്ടാകും. ഇടുക്കിയിലെ നെറുകേട് മണിയൻ്റെ പിരി കൂടുതലിളകും. ഭരണം പോയാൽ പിണറായി വിജയനെ പിന്നെ ആരും ഗൗനിക്കില്ല. കണ്ണൂരെ അടുപ്പുകൾ സഖ്യമായ ജയരാജന്മാർ തമ്മിൽ പിരിയും. മരുമകൻ പിന്നെ എന്തെടുത്തിട്ട് റോഡ് ഷോ നടത്തും, റീൽസ് ഇടും. പിണറായി അവസാന കാലത്ത് പോയി താമസിക്കേണ്ട കണ്ണൂരിൽ കോട്ട ഇളകുന്ന അവസ്ഥയാണ്. അലങ്കാര മത്സ്യങ്ങളെപ്പോലെ ഇളകിച്ചാടുന്ന മന്ത്രിമാരൊക്കെ ഉണക്കപ്പരവയെ പോലെ ഉപ്പുകലത്തിലിരിക്കും.
സകല സഖാക്കളും നിരാശയുടെ പടുകുഴിയിൽ വീഴും. പലതും മനോരോഗത്തിന് ചികിത്സ തേടേണ്ടി വരും. ഭരണം പോയാൽ തിരികെ കയറ്റിയതിനെയെല്ലാം അടുത്ത സർക്കാർ തോട്ടിലെറിയും. പല വ്യാജ ഡോക്ടർമാരും ചന്തയിൽ കലം വിൽക്കാൻ പോകേണ്ടി വരും. ഭരണം പോയാൽ ദേശാഭിമാനി ആർക്കും വേണ്ടാതെയാകും. ഇപ്പോൾ തന്നെ വീട്ടുമുറ്റത്താണ് അതിൻ്റെ കിടപ്പ്. തുടർ ഭരണമില്ലെങ്കിൽ പിണറായി സ്തുതിയും കുമ്മിയടിയും തിരുവാതിരയും കവിതയെഴുത്തുമായി നടന്ന അടുക്കള കവികളൊക്കെ ഭാവന പറ്റി ഇരിപ്പാകും. ഈ ഭരണം പോയാൽ പൗരപ്രമുഖരൊക്കെ പട്ടിണി കിടന്ന് ചാവും. ഈ ഭരണം പോയാൽ വെയിലേറ്റും മുദ്രാവാക്യം വിളിച്ചും തൊണ്ട കീറിയും തല്ലുവാങ്ങിയും ഡിവൈഎഫ്ഐക്കാരുടെ ഊപ്പാടിളകും. മേലനങ്ങി ഇവന്മാരൊക്കെ ഒന്ന് പണി ചെയ്തിട്ട് എത്ര കാലമായി? ഭരണം പോയാൽ 56 അകമ്പടി വാഹനങ്ങൾ ഉണ്ടാക്കുന്ന പരിസര മലിനീകരണം കുറയും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഭരണം പോയാൽ നാട് രക്ഷപ്പെടും. കോട്ടയത്ത് അനിൽകുമാറിൻ്റെ കാര്യം ഇപ്പോൾ തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടാകും. ഇന്നലെ വരെ ചാനലുകളിലൂടെ അനിൽ സാറിൻ്റെ സകല വർത്തമാന വൈകല്യങ്ങളും ജനം കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഫോട്ടോഷോപ്പിലിട്ട് മിനുക്കിയ ചിത്രവുമായി ഇറങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. കഴിഞ്ഞ കുറേ കാലമായി അനിൽകുമാർ മാരകമായി പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുകേസിൽപ്പെട്ട് പുറത്തു പോയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പതിവായി ഇറങ്ങി ഓടുന്നതായിരുന്നു പതിവ്. ഇല്ല, ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയോട്ടം. ഇപ്പോൾ ജിൻഡോയാണ് സഖാവിനെ ഇടിച്ച് വാട്ടുന്നത്. BRM ഷെരീഫിനും യുവരാജ് ഗോകുലിനുമൊക്കെ വെറുതെ തട്ടിക്കളിക്കാനുള്ള പാവ മാത്രമാണ് അനിൽകുമാർ. സന്ദീപ് വാര്യരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ഇടിച്ച് പരിപ്പിളക്കും. വെറുതെ ചിലക്കാതെ എഴുന്നേറ്റ് പോടോ എന്ന് പറഞ്ഞ് മീഡിയ വണ്ണിൽ അന്നുണ്ടായിരുന്ന വേണു ബാലകൃഷ്ണൻ ഈ അനിൽകുമാറിനെ ഇറക്കി വിടുന്ന രംഗം കണ്ണീരോടെ നമുക്ക് കണ്ടിരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഒരിക്കൽ മനോരമ ന്യൂസിലെ ഷാനി ചോദിക്കുന്നത് കേട്ടു, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അനിൽകുമാർ പറയും, പക്ഷേ മുഖ്യൻ്റെ മകൾ നൽകിയ സേവനം എന്തെന്ന് ചോദിച്ചാൽ അത് മാത്രം പറയില്ല. അതാണ് ഈ കമ്മികളുടെ ഒരു ജനിതക ഘടന.